അതായത് സ്ത്രീകൾക്ക് കൂടുതൽ മുന്നോക്കം വരണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. വനിതാ നടിമാർക്കെതിരെ ഓരോ ആരോപണങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്കൊരു വിഷയം വരുമ്പോഴും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പുരുഷന്മാരല്ലേ തലപ്പത്തിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അവർക്ക് നീതി. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് സീറ്റ് പിടിക്കാമായിരുന്നു. തമ്മിൽ തല്ലും അങ്ങോട്ടുള്ള ചേരി തിരിഞ്ഞുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്ട്രോങ് ആയിട്ട് പ്രതിപക്ഷമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും നമ്മുടെ യു ഡി എഫ് വന്നേക്കാം. വരില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾ ഇപ്പോഴത്തെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല. മടുത്തിരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം ചേച്ചി, ഇന്ന് ഒരുപാട് വാർത്തകൾ പോയതില്ലേ ചേച്ചി? അമ്മ തിരഞ്ഞെടുപ്പ് വലിയ ചർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എന്താ പറയുക, കമ്മിറ്റി, നമ്മുടെ ഹേമ കമ്മിറ്റി വന്ന സമയം തൊട്ടേ ഇപ്പം തിരഞ്ഞെടുപ്പ് വരും എന്ന് പറഞ്ഞിട്ടായിരുന്നു വാർത്തകളിൽ മുഴുവൻ പോയത്. ഏറ്റവും ഒടുവിൽ അതിനൊരു പരിസമാപ്തി കിട്ടിയെന്നോളം വീണ്ടും ചർച്ചകൾ നിറയാണ്. ചർച്ചകൾ ഇപ്പോൾ വേറൊന്നുമല്ല, അതായത് സ്ത്രീകൾക്ക് കൂടുതൽ മുന്നോക്കം വരണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. താരസംഘടനയിലെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ പുരുഷ മേധാവിത്വമായിരുന്നു ഇതുവരെ. ഒരു സ്ത്രീകൾ തുടർച്ചയായിട്ട് കുറേ നാളായിട്ട് മോഹൻലാൽ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ശ്വേതാ മേനോനാണ് നടി ശ്വേതാ മേനോനായിരിക്കും പ്രസിഡന്റ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വരികയാണെങ്കിൽ അത് ഉറപ്പാണെങ്കിൽ ചേച്ചി പറയുന്നത് പോലെ ഒരു വനിതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാ മേഖലകളിലും വനിതകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇവിടെ മാത്രമായിരുന്നു പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഭരണം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ചൊല്ലി കുറേ പ്രശ്നങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത്തരത്തിലൊരു പ്രശ്നങ്ങൾ വരണ്ട എന്ന് വിചാരിച്ചായിരിക്കാം ഇത് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ. എനിക്ക് തോന്നുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്തായിരുന്നാലും ഈ നമ്മൾ വനിതാ നടിമാർക്കെതിരെ ഓരോ ആരോപണങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്കൊരു വിഷയം വരുമ്പോഴും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പുരുഷന്മാരല്ലേ തലപ്പത്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് നീതി ഇല്ല എന്നുള്ളത് നമ്മൾ പറയുന്നില്ല ഇവിടെ. പക്ഷെ എന്നിരുന്നാലും ഒരു സ്ത്രീ ആവുമ്പോൾ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതെ അപ്പൊ സാധിക്കും. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്വേതാ മേനോനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. ഇപ്പൊ ഒരു 199% ശ്വേതാ മേനോന് തന്നെയാണ്. കാരണം ജഗദീഷ് പത്രിക പിൻവലിച്ചു. പിന്നെ ബാബുരാജിനോടുള്ള അഭ്യർത്ഥനയുണ്ട്, നിങ്ങളും പിൻവലിക്കണമെന്നൊക്കെ ഉള്ളത്. ബാബുരാജ് ചെറിയ ഒരു ഇടങ്ങളിൽ നിൽക്കുകയാണ്. കാരണം പുള്ളിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആൾക്കാരുണ്ട്. അതായത് അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട്, പുള്ളിക്ക് ആരോപണം വന്നെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം വരുന്നത്, മന്ത്രിമാർക്കും ആരോപണങ്ങളില്ലേ, അപ്പോൾ അവരും നാട് ഭരിക്കുന്നില്ലേ. ചിലർ പറയുന്നത് ബാബുരാജ് വേണ്ട, ആരോപണ വിധേയനാണ്, സ്ത്രീ പ്രശ്നങ്ങൾ അറിയാമല്ലോ ഇടയ്ക്ക് നിന്ന്, പിന്നീട് ഒരു വിഷയമാകണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം. പിന്നെ ഗണേഷ് നമ്മുടെ മന്ത്രി, അദ്ദേഹം പറയുന്നത് ഇനി സ്ത്രീകൾ വരുമ്പോഴത്തേക്ക് അവർ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകും, അച്ചടക്കം വരുമായിരിക്കാം, പിന്നെ സാമ്പത്തിക ഭദ്രത കൂടുതൽ അവർ നോക്കും, ചിലവൊക്കെ ചുരുക്കിയിട്ട് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. പക്ഷേ അറിയാം, ഇനി എന്തായാലും നമുക്ക് ഉടൻ തന്നെ അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു വനിതയാണ് ആ ഒരു തലപ്പത്തേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ തന്നെയായിരിക്കും. അതെ, തീർച്ചയായിട്ടും വരും. കാരണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ അനുഭവങ്ങൾ വന്നു പോയതുകൊണ്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് കേസുകൾ റീസെന്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളായിരുന്നു. ഒരുപാട് നടന്മാർക്കെതിരെ ഇങ്ങനെ ആരോപണം ഉയർന്നപ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് സാധാരണ ജനങ്ങൾ മൂക്കത്ത് വിരൽ വലിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്വേതാ മേനോന് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുള്ളിക്കാരത്തി നല്ല ബോൾഡാണ്. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനാണെങ്കിലും ഒരു തീരുമാനം എടുക്കാനും ഒക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും എടുക്കാൻ പോവുക. ചേച്ചി, ഇതിന്റെ ഇടയിൽ മറ്റൊരു വാർത്തയും ചേച്ചി വരുന്നുണ്ട്. നമ്മുടെ വി ഡി സതീശന്റെ വാർത്ത അതൊരു രസകരമായ ഒരു വാർത്തയും കൂടെയാണ്. അതായത് പുള്ളി പറഞ്ഞിരിക്കുന്നത് അടുത്ത നമ്മുടെ തെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന്, രാഷ്ട്രീയ വനവാസത്തിന്, രാമായണത്തിലൊക്കെ കേട്ടിട്ടുണ്ട് രാമൻ വനവാസത്തിന് പോയി. അത് കാര്യം ഉണ്ടായിരുന്നു. ഇത് എന്താണെന്നറിയില്ല. പക്ഷെ വെള്ളാപ്പള്ളിയുടെ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള മന്ത്രിമാരും മറ്റുള്ള പാർട്ടിക്കാരും ഒക്കെ പറയുന്നത് ഞങ്ങൾ VD സതീശനെ വനവാസത്തിന് അയക്കില്ല, ഞങ്ങൾ പൂർണ്ണമായിട്ട് സപ്പോർട്ടാണെന്നുള്ളത്. 98 സീറ്റ് പിടിക്കില്ലെന്നാണോ മറ്റു നേതാക്കന്മാർ പറയുന്നത്? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായത്തിലാണ്. അറിയില്ല, നമ്മൾ പബ്ലിക്കിൽ ഒരുപാട് ഒപ്പീനിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അന്നേരവും കിട്ടിയിട്ടുള്ള അഭിപ്രായം വീണ്ടും
ഈ സർക്കാർ തന്നെ തുടർ ഭരണത്തിൽ വരും, അല്ലാതെ പ്രതിപക്ഷത്തിന് വേറെ നയിച്ചു കൊണ്ടുപോകും, മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാനായിട്ട് ആരുമില്ല എന്നൊക്കെയുള്ള പബ്ലിക് ഒപ്പീനിയൻസ്. പലരും പറയുന്നുണ്ട് നമുക്കിവിടെ ഒരു ഭൂരിപക്ഷമുണ്ടെങ്കിലും അത് ശക്തമായ ഭൂരിപക്ഷമല്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത്. കാരണം ഇപ്പോൾ പേരിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ മാത്രം ഇങ്ങനെയായിരുന്നു സംസാരിക്കുന്ന പ്രതിപക്ഷത്തെയല്ല, നമുക്കൊരു ഈക്വലി ഇപ്പോൾ ഒരു സർക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അതിന് ഈക്വലി നിൽക്കുന്ന ഒരു പ്രതിപക്ഷമാണ്, ശക്തമായ പ്രതിപക്ഷമാണ്. അല്ലാതെ നമുക്കിപ്പോൾ ഒരു 99 സീറ്റ് ഒരു പാർട്ടിക്ക്, ഒരു 40 44 ഒരു സീറ്റ് മറ്റൊരു പാർട്ടിക്ക് എന്ന് പറയുമ്പോൾ അതൊരു ഒരു ജനാധിപത്യ ഭരണം വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ബാലൻസ് ആയി പോകത്തില്ല. കാരണം എന്തായാലും ഇതിന്റെ ഒരു 2 ഇരട്ടി ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. അപ്പം ശക്തിയുടെ ബലത്തിൽ നോക്കിക്കഴിഞ്ഞിരുന്നാലും അതൊക്കെ വലിയൊരു എന്താ പറയാ, ഈ വെള്ളാപ്പള്ളിയുടെ ആ ഒരു ഇതിനെ എനിക്ക് പറ്റത്തില്ല. ഇല്ല, പക്ഷെ വെള്ളാപ്പള്ളിയുടെ ആ ഒരു വെല്ലുവിളി എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ, പലപ്പോഴും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പാർട്ടി പ്രവർത്തനം അല്ലെങ്കിൽ പാർട്ടിയുടെ പല തീരുമാനങ്ങളും എടുക്കുന്നത്. ഇപ്പോൾ പുള്ളി എടുക്കുന്ന പല തീരുമാനങ്ങളും സത്യം പറഞ്ഞാൽ കേരളത്തിനെ വീണ്ടും ഭ്രാന്താലയമാക്കുമോ എന്ന് പോലും പൊതുജനങ്ങൾക്കുള്ള ഒരു അഭിപ്രായമാണ്. അവർ പറയുന്നത് പണ്ട് നാരായണഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. അതിൽ നിന്നൊക്കെ മാറി കുറേ പുതിയ ചിന്തകളും കാര്യങ്ങളും ഒക്കെ വരുത്തിയിട്ടാണ് നമ്മുടെ SNDP വന്നത്. പക്ഷെ ഇപ്പോൾ ജനങ്ങൾ പറയണം ഈശ്വര പഴയ ആ ഒരു ഭ്രാന്താലയത്തിലേക്ക് പോകുമോ ഇദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും വാക്കുകളും ഒക്കെ എന്നുള്ളത്. പിന്നെ വേറൊന്ന് പറയുന്നുണ്ട്, അതായത് ഈ പറച്ചിലിന്, അതായത് വെള്ളാപ്പള്ളിയുടെ ഈ ഒരു വെല്ലുവിളിക്ക് പിന്നിൽ CPM-ന്റെ കൈയുണ്ടോ എന്നുള്ളത് അവർ പറയുന്നുണ്ട്. കാരണം VD സതീശൻ വെല്ലുവിളി ഏറ്റെടുത്തതോടെ എല്ലാവരും അതൊന്ന് ചർച്ചയാക്കുന്നുണ്ട്. മേ ബി അവർ വരാൻ ചാൻസ് ഉണ്ടായിരിക്കും എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഇത്രയും നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുത്തതിൽ നിന്നും എനിക്ക് തോന്നുന്നത് ഇല്ല. വീണ്ടും ഇപ്പോൾ ഉള്ള ഭരണം തന്നെ അടുത്തൊരു സീറ്റുകൾ ആയിരിക്കാം. അതെ, നേടിയതിനേക്കാൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് സീറ്റ് പിടിക്കാമായിരുന്നു. തമ്മിൽ തല്ലും അങ്ങോട്ടുള്ള ചേരി തിരിഞ്ഞുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്ട്രോങ് ആയിട്ട് പ്രതിപക്ഷമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും നമ്മുടെ UDF വന്നേക്കാം എന്ന് നമുക്ക് ചിന്തിക്കാമെന്ന്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അറിയില്ല എന്താണെന്നുള്ളത്. അത് സാധാരണക്കാർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. UDF വരില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾ ഇപ്പോഴത്തെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല, മടുത്തിരിക്കുകയാണ്. അത് ഒരു പക്ഷക്കാരേ ഉള്ളൂ അതുല്യ. ഒരുപാട് പേരൊന്നും പറയുന്നില്ല. ഒരുപാട് പേര് പറയുന്നത് സപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ സർക്കാർ എന്ത് ചെയ്യട്ടെ, സർക്കാരിന് എവിടെ നിന്നാ കാശ്, ഇത്രയും ചെയ്യുന്നില്ലേ എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. ചിലർ വിമർശിക്കുന്നുണ്ട്. പക്ഷെ എന്തായിരുന്നാലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ അറിയാം ജനങ്ങളുടെ അഭിപ്രായം. അതെ, ഇലക്ഷൻ വരാനായിട്ട് ആര് വന്നിരുന്നാലും ജനങ്ങൾ നന്നായിരിക്കണം, അല്ലെങ്കിൽ ജനങ്ങളുടെ കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയുള്ള ഒരു ഭരണം വരട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ അമ്മ തിരഞ്ഞെടുപ്പ് വന്നിരുന്നാലും ശരി, നമ്മുടെ ഇവിടെയുള്ള നിയമസഭാ ഇലക്ഷൻ ആയിരുന്നാലും ശരി, ആരാണോ ജയിക്കുന്നത് അവർ നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അഭിനയ മേഖലയെ നല്ല രീതിയിൽ കൊണ്ടുപോകട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ഈ തനിനിറവ് ആഗ്രഹിക്കുന്നത്. അതെ.